नमस्ते दोस्तों, हिंदी वर्ल्ड में आप सबका फिर से स्वागत है। JLT ഹിന്ദി പാർട്ട് ടൈം ആലപ്പുഴയുടെ ഷോർട്ട് ലിസ്റ്റ് വന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. പാർട്ട് ടൈം ആലപ്പുഴയുടെ ഷോർട്ട് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 20 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 51 പേരും ഡിഫറൻ്റ്ലി ഏബിൾഡ് ലിസ്റ്റിൽ 2 പേരുമാണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ പറയുകയാണെങ്കിൽ 73 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 1/10/2024 നടന്ന JLTയുടെ OMR ടെസ്റ്റിന് ശേഷം ഓരോ ജില്ലകളിലേക്കുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നിലവിൽ നമുക്കറിയാം എല്ലാവരും ഷോർട്ട് ലിസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വന്ന ഷോർട്ട് ലിസ്റ്റ് പാർട്ട് ടൈം ആലപ്പുഴയുടെയാണ്. അപ്പോൾ ഉടനെ തന്നെ മറ്റ് ജില്ലകളുടെയും ഷോർട്ട് ലിസ്റ്റ് വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഷോർട്ട് ലിസ്റ്റിൽ ഇവിടെ കൃത്യമായ ഓർഡറിൽ മാർക്ക് വൈസ് ആയിട്ട് ലിസ്റ്റല്ല വരിക. പകരം അതിലുൾപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ രജിസ്റ്റർ നമ്പർ മാത്രമായിരിക്കും വരിക. പാർട്ട് ടൈം ആലപ്പുഴയുടെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 46 46 മാർക്കിന് മുകളിലുള്ളവരെല്ലാം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നേരത്തെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന കുറച്ച് പേരൊക്കെ ഇതിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്ലോഡിംഗ് മെസ്സേജ് വന്നാലും എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല എന്നുള്ള കാര്യം. ലിസ്റ്റ് വന്നതിന് ശേഷമുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യം ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അപ്പോൾ ഇതിന് ശേഷമുള്ളത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്. അതായത് ഇപ്പോൾ നമ്മൾ നിലവിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നവരെല്ലാം തന്നെ വേണ്ട സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവയുമായിട്ട് ചെന്ന് ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് ചെന്ന് PSC ഓഫീസിൽ നമ്മൾ വെരിഫിക്കേഷൻ നടത്തേണ്ടതുണ്ട്. ഇനി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ്റെ ഡേറ്റൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിലെ അനൗൺസ്മെൻ്റ് എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നതായിരിക്കും. അങ്ങനെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷം പിന്നെ ഇൻ്റർവ്യൂ, പിന്നെ റാങ്ക് ലിസ്റ്റ്, അങ്ങനെയാണ് ഈ ഒരു ഓർഡർ. അപ്പോൾ ഇനി ഉടനെ തന്നെ മറ്റു ഷോർട്ട് ലിസ്റ്റൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുപോലെ JLTയുമായി ബന്ധപ്പെട്ട് മറ്റു ഷോർട്ട് ലിസ്റ്റുകൾ വരുന്നതും മറ്റു പ്രൊസീജിയേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് എല്ലാം അറിയുന്നതിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.